ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിലിപ്പോൾ അനീഷ് അനുമോളിനോട് കുറച്ചധികം തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പിണക്കങ്ങളൊക്കെ മാറിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് അവരിപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും നാൾ അക്ബറിനോടൊക്കെ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതല്ലേ, നോക്കിയേ അവരെന്ത് ഹാപ്പി ആയിട്ടാണ് ചിരിച്ച് കളിച്ചിരിക്കുന്നത്. അവരങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അല്ല അപ്പം മിണ്ടാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ലേ എന്നുള്ള രീതിയിൽ അനീഷ് ചോദിക്കുന്നുണ്ട്. ചേട്ടാ എനിക്കങ്ങനെ മിണ്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇന്നത്തെ ആ ഒരു ടാസ്കിലാണെങ്കിലും ഞാൻ ആ ഒരു പുറത്ത് ഓടാൻ വേണ്ടി ഇന്ന സമയത്താണെങ്കിലും നൂറ എന്നെ ആത്മാർത്ഥമായിട്ടാണ് വന്ന് ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് ആത്മാർത്ഥമാണ് എന്ന് മനസ്സിലായല്ലേ, അപ്പോൾ പിന്നെ എന്താണ് കുഴപ്പം, അവർ ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ മനസ്സിലായില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഇല്ല ചേട്ടാ എനിക്ക് അങ്ങനെ മിണ്ടാനൊരു മടിയാണ്, ടാസ്കിൻ്റെ ഇടയ്ക്കൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയി മിണ്ടിയത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ടാസ്കിൻ്റെ ഇടയിലാണെങ്കിലും ഈഗോയൊക്കെ മാറ്റി വെച്ചപ്പോൾ മിണ്ടാൻ സാധിക്കുമല്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്ലാതെ മിണ്ടിക്കൂടായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ തിരിച്ചനു പറയുന്നുണ്ട്, ഇല്ല ഞാൻ ചിലപ്പം പുറത്ത് പോകുമെന്നൊക്കെ പറയാൻ പറ്റുമല്ലോ, കാരണം അങ്ങനത്തെ ഒരു ടാസ്ക് ആണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസാന നിമിഷം ആയതുകൊണ്ട് ഞാൻ പോയി മിണ്ടിയതാണ്. പുറത്തിറങ്ങിയതിന് ശേഷം എന്തായാലും ഞാൻ മിണ്ടിയിരിക്കും. ഇനി അതല്ലെങ്കിൽ പുറത്ത് പോകാൻ അവർ നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനാണ് ഈ ആഴ്ച പുറത്താകുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കുറച്ചധികം തന്നെ കാര്യങ്ങൾ അവരോട് പറയും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇതൊക്കെ അനുവിൻ്റെ ഈഗോ തന്നെയാണ്. കാരണം അപ്പോൾ അനുവിന് ഹഗ് ചെയ്ത് മിണ്ടാങ്കിൽ അതൊക്കെ മാറ്റി വെച്ചങ്ങ് സംസാരിച്ചാൽ പോരായിരുന്നു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അനു ഈ ഒരു കാരണങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു.